ഹലോ, ഇന്ന് നമ്മൾ ആ ഫോർത്ത് മോഡ്യൂളിലെ ക്ലസ്റ്ററിങ്ങിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. സോ ക്ലസ്റ്റർ അനാലിസിസ് അല്ലെങ്കിൽ ക്ലസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ആൻ അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതമാണ്. അവിടെ നമ്മൾ ചെയ്യുന്നത് വി വിൽ ബി ഗ്രൂപ്പിംഗ് ഡേറ്റ പോയിൻറ്റ്സ് ഇൻ ടു ക്ലസ്റ്റേഴ്സ് so that the objects belong to the same group. ഒബ്ജക്ട്സ് ആ ഡേറ്റ പോയിൻറ്റ്സിലുള്ള ഒബ്ജക്ട്സ് സെയിം ഗ്രൂപ്പിലാകുന്നത് പോലെ നിരവധിയായ ക്ലസ്റ്റേഴ്സായിട്ട് തിരിക്കുന്നതിനെയാണ് നമ്മൾ ക്ലസ്റ്ററിങ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലസ്റ്ററിങ്ങിലൂടെ ഇറ്റ് ഹെൽപ്സ് ടു സ്പ്ലിറ്റ്സ് ഡേറ്റ ഇൻ ടു സെവറൽ സബ്സെറ്റ്സ്. നമ്മളൊരു ഹൈ ഡയമെൻഷനൽ ഒരു ഡേറ്റ സെറ്റ് കിട്ടുന്നു. അതിൽ ഓരോ ഡേറ്റ ഒബ്ജക്ട്സിനെയും അതിൻ്റെ സിമിലാരിറ്റിയുടെ ബേസിൽ ഗ്രൂപ്പ് ചെയ്ത് ഡിഫറെൻറ്റ് സെറ്റ്സായിട്ട് സബ്സെറ്റ്സായിട്ട് ആ ഡേറ്റ സെറ്റിനെ കംപ്ലീറ്റ് ഓരോ സബ്സെറ്റായിട്ട് മാറ്റി ആ ഓരോ സബ്സെറ്റിനെയും നമ്മളൊരു ക്ലസ്റ്റർ എന്നാണ് പറയുന്നത്. ഈച്ച് ഓഫ് ദീസ് സബ്സെറ്റ്സ് കണ്ടെയ്ൻസ് ഡേറ്റ സിമിലർ ടു ഈച്ച് അതർ. ഈ ഓരോ സബ്സെറ്റിൻ്റെയും പ്രത്യേകത അതിലടങ്ങിയിരിക്കുന്ന ഓരോ ഡേറ്റ പോയിൻറ്റും ദേ വിൽ ബി സിമിലർ ടു ഈച്ച് അതർ. ഡേറ്റ ഒബ്ജക്ട്സും സിമിലർ ആയിരിക്കും. അതിനെയാണ് നമ്മൾ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നൗ ദാറ്റ് ദ ഡേറ്റ ഫ്രം അവർ കസ്റ്റമർ ബേസ് ഇസ് ഡിവൈഡഡ് ഇൻ ടു ക്ലസ്റ്റേഴ്സ് വി ക്യാൻ മേക്ക് ആൻ ഇൻഫോംഡ് ഡിസിഷൻ എബൌട്ട് ഹൂ വി തിങ്ക് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ദിസ് പ്രൊഡക്റ്റ്. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത്, സപ്പോസ് വി ആർ എ മാർക്കറ്റ് മാനേജർ. നമ്മളൊരു മാർക്കറ്റ് മാനേജറാണ് ആൻഡ് വി ഹാവ് എ വെരി ഗുഡ് പ്രോഡക്റ്റ് ടു സെൽ ഓൺ ദ മാർക്കറ്റ്. ആൻഡ് നമ്മുടെ കയ്യിൽ കസ്റ്റമേഴ്സിൻ്റെ ഒരു കളക്ഷനുണ്ട്. സോ ഹൂ വിൽ ബി ദ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ടു ബൈ ദിസ് പർട്ടിക്കുലർ പ്രൊഡക്റ്റ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ഒരു അനാലിസിസ് നമുക്ക് ചെയ്യാനുണ്ട്. സോ നമ്മളിവിടെ ഒരു ക്ലസ്റ്ററിങ് അപ്രോച്ചാണ് ശരിക്കും ഈ മാർക്കറ്റ് മാനേജർ ചെയ്യുന്നത്. വി വിൽ ബി ഡിവൈഡിങ് ഈച്ച് ദ ഹോൾ ഡേറ്റ സെറ്റ് ഇൻ ടു 4 ക്ലസ്റ്റേഴ്സ്. കണ്ടോ, 4 ക്ലസ്റ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ളത് ഈ ഒരു സെറ്റ് ഓഫ് കസ്റ്റമേഴ്സാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. നമ്മളെ മാർക്കറ്റിംഗ് നടത്തുന്നു. വി വിൽ ബി ഗെറ്റിംഗ് ദ അഡ്വാൻറ്റേജ്. സോ ഇവിടെയൊക്കെയാണ് നമ്മുടെ ക്ലസ്റ്ററിങ്ങിൻ്റെ ഉപയോഗം വരുന്നത്. സോ ക്ലസ്റ്ററിങ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് ആണ്. സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിങ്ങിൽ വി ആർ ഹാവിങ് സം ലേബിൾസ്. ഇന്ന ഡേറ്റ ഇന്ന ടൈപ്പാണ്, ഇന്ന ഡേറ്റ ഇന്ന ടൈപ്പാണ് എന്നുള്ള ഒരു ലേബൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ആ മെഷീൻ ലേണിംഗ് അൽഗോരിതം സ്വയം കണ്ടുപിടിക്കുകയാണ് ഓരോ ഗ്രൂപ്പിനെയും ആ ഗ്രൂപ്പ് എന്ത് ടൈപ്പായിരിക്കുമെന്നും എന്തിൻ്റെ ബേസിലാണ് ഓരോ ക്ലസ്റ്ററിനും അതിൻ്റെ സിമിലാരിറ്റി ഉള്ളതെന്നും എല്ലാം അൽഗോരിതം സ്വയം കണ്ടുപിടിക്കുകയാണ്. So clustering only utilizes input data to determine patterns, anomalies or similarities in its input data. ക്ലസ്റ്ററിങ് നമ്മുടെ ഇൻപുട്ട് ഡേറ്റയിൽ പാറ്റേൺസും അനോമലീസും അല്ലെങ്കിൽ സിമിലാരിറ്റീസും എല്ലാം വെച്ചിട്ടാണ് ഈ ക്ലസ്റ്ററിങ് ചെയ്യുന്നത്. സോ ഒരു നല്ല ക്ലസ്റ്ററിങ് അൽഗോരിതം തീർച്ചയായിട്ടും ഉണ്ടാക്കുന്ന ക്ലസ്റ്റേഴ്സ് വിൽ ബി ഹാവിങ് ഇൻട്രാ ക്ലസ്റ്റർ സിമിലാരിറ്റീസ് ഹൈ. It implies that the data present inside the cluster is similar to one another. അതായത് ഇൻട്രാ ക്ലസ്റ്റർ സിമിലാരിറ്റീസ് ഹൈ ആയിരിക്കുമെന്ന് പറയാൻ കാരണം അതിനകത്തുള്ള ഡേറ്റ ഒബ്ജക്ട്സ് വിൽ ബി വെരി സിമിലർ. ഇനി അതുപോലെ തന്നെ അവിടെ ഇൻട്രാ ക്ലസ്റ്റർ ആയിരുന്നു. ഇൻട്രാ ക്ലസ്റ്റർ സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ക്ലസ്റ്ററിന് ഉള്ളിലെ ഒബ്ജക്ട്സ് തമ്മിലുള്ള ഒരു ക്ലസ്റ്ററിന് ഉള്ളിലോ ഇപ്പോൾ ഇങ്ങനെ രണ്ട് ക്ലസ്റ്റർ ഇങ്ങനെയാണ് എങ്കിൽ ഇൻട്രാ ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ക്ലസ്റ്ററിന് ഉള്ളിലുള്ള ഡേറ്റ ഒബ്ജക്ട്സ്. ഇനി ഇൻട്രാ ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ക്ലസ്റ്ററിലെയും മറ്റൊരു ക്ലസ്റ്ററിലെയും തമ്മിലുള്ള സിമിലാരിറ്റിയാണ് ഇൻ്റർ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഇത് ഇൻട്രായും ഇത് ഇൻ്ററും. ഓക്കെ, സോ ഇൻട്രായാണ് ഞാൻ പറഞ്ഞത്. ഇൻട്രാ ക്ലസ്റ്റർ സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഡേറ്റ ഒബ്ജക്ട്സും തമ്മിലുള്ള സിമിലാരിറ്റി വിൽ ബി ഹൈ. ഇൻട്രാ ക്ലസ്റ്റർ സിമിലാരിറ്റി ഷുഡ് ബി വെരി ലോ. അതായത് ഈ രണ്ട് ക്ലസ്റ്ററിലുള്ള രണ്ട് ഒബ്ജക്ട്സ് എടുത്താൽ അവ തമ്മിലുള്ള സിമിലാരിറ്റി ഷുഡ് ബി ലോ. സോ ഓൾവേസ് അവർ ക്ലസ്റ്ററിങ് അൽഗോരിതം വിൽ ബി ലുക്കിംഗ് ഫോർ ക്ലസ്റ്റേഴ്സ് which is having intra cluster similarity high and inter cluster similarity low.
അങ്ങനെയുള്ള അൽഗോരിതം ആയിരിക്കും വെരി ഗുഡ് ക്ലസ്റ്ററിങ് അൽഗോരിതം. സോ ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് സിമിലർ ഒബ്ജക്ട്സ്, എ സബ്സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് ദാറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ഓഫ് ദി ടു ഒബ്ജക്ട്സ് ഇൻ ദ ക്ലസ്റ്റർ ഈസ് ലെസ് ദാൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ഒബ്ജക്റ്റ് ഇൻ ദ ക്ലസ്റ്റർ ആൻഡ് ആൻ ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് നോട്ട് ലൊക്കേറ്റഡ് ഇൻസൈഡ് ഇറ്റ്. ഒരു ക്ലസ്റ്ററിനുള്ളിലുള്ള ഒബ്ജക്ട്സ് തമ്മിൽ സിമിലാരിറ്റി കൂടുതലും ക്ലസ്റ്ററിന് പുറത്തുള്ള ഒരു ഡേറ്റ ഒബ്ജക്റ്റുമായിട്ട് സിമിലാരിറ്റി തന്നെയാണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത്. ഡിസ്റ്റൻസ് കൂടുതലുമായിട്ട് നമ്മളൊരു ക്ലസ്റ്റർ ഓഫ് ഒബ്ജക്ട്സിനെ ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. എ കണക്റ്റഡ് റീജിയൻ ഓഫ് എ മൾട്ടി ഡയമെൻഷണൽ സ്പേസ് വിത്ത് ദ കമ്പാരിറ്റീവ്ലി ഹൈ ഡെൻസിറ്റി ഓഫ് ഒബ്ജക്ട്സിനെയാണ് അങ്ങനെയും നമുക്ക് ക്ലസ്റ്ററിനെ ഡിഫൈൻ ചെയ്യാം. സോ ഡേറ്റ മൈനിങ്ങിൻ്റെ ക്ലസ്റ്ററിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് ഈസ് എ ഗ്രൂപ്പിംഗ് ഓഫ് അബ്സ്ട്രാക്ട് ഒബ്ജക്ട്സ് ഇൻ ടു ക്ലാസസ് ഓഫ് സിമിലർ ഒബ്ജക്ട്സ് ആണ്. ക്ലസ്റ്ററിങ് ഈസ് എ മെത്തേഡ് ഓഫ് പാർട്ടീഷനിങ് എ സെറ്റ് ഓഫ് ഡേറ്റ ഓർ ഒബ്ജക്ട്സ് ഇൻ ടു എ സെറ്റ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് സബ് ക്ലാസസ് കോൾഡ് ക്ലസ്റ്റേഴ്സ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഡേറ്റ ഒബ്ജക്ട്സ് ഓഫ് എ ക്ലസ്റ്റർ ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഓൺ ഗ്രൂപ്പ്. ഒരു ക്ലസ്റ്ററിന് ഉള്ളിലുള്ള ഡേറ്റ ഒബ്ജക്ട്സിനെല്ലാം നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യാം. വി ഫസ്റ്റ് പാർട്ടീഷൻ ദ ഇൻഫർമേഷൻ സെറ്റ് ഇൻ ടു ഗ്രൂപ്പ്സ് വൈൽ ഡൂയിങ് ക്ലസ്റ്റർ അനാലിസിസ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ഗ്രൂപ്പ്സിൻ്റെ ഇൻഫർമേഷൻ സെറ്റിന് പാർട്ടീഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡേറ്റ സിമിലാരിറ്റീസ് ആൻഡ് ദെൻ അസൈൻസ് ദ ലെവൽസ് ടു ദ ഗ്രൂപ്പ്സ്. നമ്മൾ ഡേറ്റ സിമിലാരിറ്റീസ് വെച്ച് ഓരോരോ ഗ്രൂപ്പിലാക്കി പാർട്ടീഷൻ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഓരോ ഗ്രൂപ്പിനും ഒരു ലെവൽ അസൈൻ ചെയ്യുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ അനാലിസിസ് ഷുഡ് ബി മോഡിഫിക്കേഷന് കേപ്പബിൾ ആയിരിക്കണം. ഓരോ കാര്യം ഇപ്പോൾ ഡേറ്റ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ആഡഡ്. പുതിയ ഡേറ്റ വരുമ്പോഴും മോഡിഫിക്കേഷൻസിന് കേപ്പബിൾ ആയിരിക്കണം. സോ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിരവധിയായ ആപ്ലിക്കേഷൻസ് ഉണ്ട് ക്ലസ്റ്റർ അനാലിസിസിന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡേറ്റ അനാലിസിസ്, മാർക്കറ്റ് അനാലിസിസ്, പാറ്റേൺ റെക്കഗ്നീഷൻ, ഇമേജ് പ്രോസസ്സിങ്ങിനെല്ലാം നമ്മൾ ക്ലസ്റ്റർ അനാലിസിസ് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പർച്ചേസിങ് പാറ്റേൺസ് കണ്ടുപിടിക്കാൻ, കസ്റ്റമേഴ്സിൻ്റെ പർച്ചേസിങ് പാറ്റേൺസിനെ കണ്ടുപിടിച്ച് നമുക്ക് ക്ലയൻറ്റ് ബേസിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ക്ലസ്റ്റർ അനാലിസിസ് ഉപയോഗിക്കാം. ഇനി അതുപോലെ ഇറ്റ് ഹെൽപ്സ് ഇൻ അലോക്കേറ്റിംഗ് ഡോക്യുമെൻറ്റ്സ് ഓൺ ദി ഇൻ്റർനെറ്റ് ഫോർ ഡേറ്റ ഡിസ്കവറിക്ക് വേണ്ടി ഡോക്യുമെൻറ്റ്സിനെ അലോക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സിനെ പാർട്ടീഷൻ ചെയ്ത് വെക്കാൻ വേണ്ടി നമുക്ക് ഈ ഡേറ്റ മൈനിങ് ക്ലസ്റ്ററിങ് മെത്തേഡ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് ഉള്ള ആപ്ലിക്കേഷൻസിന് ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ക്ലസ്റ്ററിങ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആസ് എ ഡേറ്റ മൈനിങ് ഫംഗ്ഷൻ, ക്ലസ്റ്റർ അനാലിസിസ് സെർവ് ആസ് എ ടൂൾ ടു ഗെയിൻ ഇൻസൈറ്റ് ഇൻ ടു ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡേറ്റ ടു അനലൈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഈച്ച് ക്ലസ്റ്റർ. മെയിൻലി നമ്മൾ ഡേറ്റ മൈനിങ്ങിൽ നമുക്ക് കിട്ടുന്ന ഒരു ഡേറ്റയിൽ നിന്ന് നമ്മൾ ഓരോ ക്ലസ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ക്ലസ്റ്ററിൻ്റെയും ക്യാരക്ടറൈസേഷൻ ഗെയിൻ ചെയ്തെടുക്കുക. ആ ഓരോ ക്ലസ്റ്ററിൻ്റെയും ക്യാരക്ടർ നമുക്ക് മൈൻഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ക്ലസ്റ്റർ അനാലിസിസിൻ്റെ മെയിൻ ഉപയോഗം. ഈ ബയോളജി ഫീൽഡിൽ നമ്മൾ നിരവധിയായ പ്ലാന്റ് ആൻഡ് അനിമൽ ടാക്സോണമീസ്, അതുപോലെ ജീനിൻ്റെ കാറ്റഗറൈസേഷൻ, പിന്നെ ഇൻഹറൻറ്റ് പോപ്പുലേഷൻ്റെ സ്ട്രക്ചർ, ഇതെല്ലാം മനസ്സിലാക്കാൻ നമ്മൾ ക്ലസ്റ്റർ അനാലിസിസ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ക്ലസ്റ്ററിങ് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ it helps in the identification of areas of similar land that are used in an earth observation database. എർത്ത് ഒബ്സർവേഷൻ ഡേറ്റാബേസിൽ നിന്ന് സിമിലർ ലാൻഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും മറ്റുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഹൗസ് ഗ്രൂപ്പ്സ് ഇൻ എ സിറ്റി അക്കോർഡിംഗ് ടു ഹൗസ് ടൈപ്പ്, വാല്യൂ ആൻഡ് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, ഇതിനെല്ലാം നമ്മൾ ക്ലസ്റ്റർ അനാലിസിസ് ഉപയോഗിക്കുന്നുണ്ട്. സോ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ വൈ ഈസ് ക്ലസ്റ്ററിങ് യൂസ്ഡ് ഇൻ ഡേറ്റ മൈനിങ്? സോ ഐ എം ഗോയിങ് ടു റീഡ്. Clustering analysis has been an evolving problem in data mining due to its variety of applications. The advent of various data clustering tools in the last few years and their comprehensive use in a broad range of applications including image processing, computational biology, mobile communication, medicine and economics must contribute to the popularity of these algorithms. ഈ
ഏരിയാസിലെല്ലാം നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്, ഏതൊക്കെയാണ്? ഇമേജ് പ്രോസസ്സിംഗ്, കമ്പ്യൂട്ടേഷൻ ബയോളജി, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, മെഡിസിൻ, എക്കണോമിക്സ് മുതലായ എല്ലാ മേഖലകളിലും വി ആർ continuously using data clustering methods. So the main issue with the data clustering algorithms is that it can't be standardized. നമ്മൾ ഈ ക്ലസ്റ്ററിങ് നിങ്ങൾ പഠിക്കുമ്പോൾ ഉള്ള മെയിനായിട്ടുള്ള പ്രശ്നമെന്ന് വെച്ചാൽ, നിങ്ങൾ പ്രൊജക്റ്റിൽ ചെയ്തവർക്കും അറിയാൻ പറ്റും, ക്ലസ്റ്ററിങ് അൽഗോരിതം നമ്മുടെ പ്രൊജക്റ്റിൽ ഉപയോഗിക്കാൻ ആണെങ്കിൽ വി വിൽ ബി ട്രൈയിങ് സം ക്ലസ്റ്ററിങ് അൽഗോരിതംസ് ഇൻ അവർ ഡേറ്റാ സെറ്റ്. നമ്മൾ കണ്ടിന്യൂസ്ലി കുറേ ക്ലസ്റ്ററിങ് അൽഗോരിതംസ് ഇന്ന ടൈപ്പ് ഓഫ് ഡേറ്റാ സെറ്റാണ്, ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള ഒരു നമുക്ക് കൃത്യമായ ഗോൾ മനസ്സിലായി കഴിഞ്ഞാൽ വി വിൽ ബി അപ്ലൈയിങ് മെനി ഓഫ് ദ അൽഗരിതം. ക്ലസ്റ്ററിങ് അൽഗരിതംസ് നമ്മൾ ഒരെണ്ണം ചെയ്ത് റിസൾട്ട് എടുക്കുകയല്ല, വി വിൽ ബി സിംപ്ലി എക്സ്പെരിമെൻറ്റിങ് സോ മെനി ക്ലസ്റ്ററിങ് അൽഗരിതംസ്. അപ്പം കുറേ എണ്ണം അപ്ലൈ ചെയ്ത് നോക്കുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലായിരിക്കും നമുക്ക് ഏറ്റവും ഫൈനറായിട്ടുള്ള, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത്. സോ the main issue with the clustering algorithm is that it can't be standardized ആക്കാൻ പറ്റില്ല. The advanced algorithm may give the best results with one type of data set, but it may fail or perform poorly with other kinds of data set. ഒരു ഡേറ്റാ സെറ്റിന് നല്ല റിസൾട്ട് തരുന്ന ഒരു അൽഗോരിതം മറ്റൊരു ഡേറ്റാ സെറ്റിൽ പുവർ റിസൾട്ട്സ് ആയിരിക്കും തരുന്നത്. സോ although many efforts have been made to standardize the algorithms that can perform well in all situations, no significant achievement has been achieved so far. സോ അത് വളരെ റെലവൻ്റ് ആണ്. ഒരു ഡേറ്റാ സെറ്റിന് നമുക്ക് നല്ല റിസൾട്ട് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് തരുന്ന ഒരു ക്ലസ്റ്ററിങ് അൽഗോരിതം മേ നോട്ട് വർക്ക് ഗുഡ് ഇൻ അതർ ഡൊമൈൻസ് അല്ലെങ്കിൽ അതർ ഡേറ്റാ സെറ്റ്സിൽ തരണമെന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെയുള്ള അച്ചീവ്മെൻറ്റ്സ് ഇന്ന ഓരോ പർപ്പസിന് വേണ്ടി ഓരോരോ അൽഗോരിതം ഡേ ബൈ ഡേ ഉണ്ടാകുന്നുണ്ടെങ്കിലും നമുക്കൊരു കോമൺ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലസ്റ്ററിങ് അൽഗോരിതം ദിസ് ഇസ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാനില്ല. വി വിൽ ബി ഹാവിങ് മെനി. So many clustering tools have been proposed so far. However, each algorithm has its advantage or disadvantage and can't work on all real situations. Okay, so some of the considerations ഏതൊക്കെയാണെന്ന് വെച്ചാൽ, സ്കെയിലബിലിറ്റി in clustering implies that as we boost the amount of data objects, the time to perform the clustering should be approximately scaled to the complexity order of the algorithm. അതായത് നമ്മൾ സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു 10,000 ഒബ്ജക്ട്സിനെയാണ് ആദ്യം ക്ലസ്റ്റർ ചെയ്തിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മളത് 20,000 ഒബ്ജക്ട്സിലേക്ക് സ്കെയിൽ ചെയ്യുമ്പോഴും വി ഷുഡ് ഗെറ്റ് ദ കറക്റ്റ്, അത്രയും കോംപ്ലക്സിറ്റി ആയിട്ടുള്ള ഡേറ്റാ സെറ്റ് തന്നെ ആയിരിക്കണം നമുക്ക്, റിസൾട്ട് തന്നെ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഒരു ഫിഗർ നോക്കൂ എല്ലാവരും. ഈ ഒരു ഫിഗറിൽ നമ്മൾ സ്കെയിലിങ്ങിന് മുമ്പും സ്കെയിലിങ്ങിന് ശേഷവുമുള്ള രണ്ട് ഫിഗേഴ്സാണ് തന്നിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ആദ്യത്തതിൽ എക്സ് ആക്സിസിൻ്റെ സ്കെയിലിംഗ് കൊടുത്തിരിക്കുന്നത് 0 to 1 വരെയാണ്. ഇവിടെയും 0 to 1 വരെയാണ്. നമ്മൾ നെക്സ്റ്റ് ഫിഗർ എടുത്തപ്പോഴത്തേക്കും നെക്സ്റ്റ് സ്കെയിലിങ്ങിന് ശേഷം വി ഹാവ് ചേഞ്ച്ഡ് അവർ സ്കെയിലിംഗ്. ഇവിടം വരെ എത്തുമ്പോഴത്തേക്കും 1 ആകുന്നു, പക്ഷേ ഇവിടം വരെ എത്തുമ്പോൾ 0.5 ആകുന്നുള്ളൂ, 1 ആകുന്നില്ല. സോ സ്കെയിലിംഗ് വി ഹാഡ് ഇൻക്രീസ്ഡ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ഭാഗത്ത് വന്നപ്പോഴത്തേക്കും സ്കെയിലിംഗ് കുറച്ചത് വഴി നമ്മൾ ആദ്യം നമ്മൾ ക്ലസ്റ്റർ ചെയ്തിരുന്ന ഇങ്ങനെ ആയിരുന്നത്, പിന്നെ നമ്മൾ സ്കെയിലിങ്ങിന് ശേഷം ക്ലസ്റ്റർ ചെയ്തപ്പോൾ 2 ക്ലസ്റ്റേഴ്സ് ഇങ്ങനെയാണ് ഫോം ചെയ്ത് വന്നത്. സോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാത്ത രീതിയിലുള്ള അൽഗോരിതം ആയിരിക്കണം നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ക്ലസ്റ്റർ ഇപ്പം ആദ്യം ഒരു 10,000 ഡേറ്റാ ഒബ്ജക്ട്സ് ഇട്ട് നമ്മൾ ചെയ്ത് ക്ലസ്റ്റർ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ കിട്ടുകയും അതിൻ്റെ കൂടെ ഒരു 3000 ഒബ്ജക്ട്സ് കൂടെ വന്നപ്പോൾ അതിൻ്റെ ക്ലസ്റ്റേഴ്സ് മാറുകയും ചെയ്താൽ ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് അൽഗോരിതം ദാറ്റ് വി ഹാഡ് അപ്ലൈഡ്. സോ അതാണ് സ്കെയിലബിലിറ്റിയുടെ പ്രശ്നം.
ഇൻ്റർപ്രറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലസ്റ്ററിങ്ങിൻ്റെ ഔട്ട്കം ഷുഡ് ബി ഇൻ്റർപ്രറ്റബിൾ, കോംപ്രിഹെൻസിബിൾ ആൻഡ് യൂസബിൾ. സോ ഡേറ്റ ക്ലസ്റ്ററിങ്ങിൻ്റെ പ്രോപ്പർട്ടീസാണ് ഈ പറയുന്നത്. സ്കെയിലബിൾ ആയിരിക്കണം, ഇൻ്റർപ്രറ്റബിൾ ആയിരിക്കണം. ഇനി ഡിസ്കവറി ഓഫ് ക്ലസ്റ്റേഴ്സ് വിത്ത് ആട്രിബ്യൂട്ട് ഷേപ്പ്, അതായത് നമ്മൾ പലപ്പോഴും ഞാനിപ്പം വരച്ചപ്പോൾ വരെ നിങ്ങൾക്ക് സ്ഫെറിക്കൽ ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സാണ് വരച്ച് കാണിച്ചത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും സ്ഫെറിക്കൽ ആയിട്ട് തന്നെ ക്ലസ്റ്റേഴ്സ് വരണമെന്നില്ല. ക്യാൻ ബി ഓഫ് എനി ഡിഫറെൻറ്റ് ഷേപ്സ്. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും, ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു ക്ലസ്റ്റർ വന്നേക്കുന്നത്, ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു ക്ലസ്റ്റർ വന്നേക്കുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ഓഫ് എനി ആർബിട്രറി ഷേപ്സ്. ഇനി അടുത്തത് എബിലിറ്റി ടു ഡീൽ വിത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ്. നമ്മുടെ ഡേറ്റ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് അപ്പം ഒരുപാട് റോസ് ഉള്ള ഡേറ്റ ആണെങ്കിൽ ക്യാൻ ഹാവ് മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ്. ഈ ഓരോ ആട്രിബ്യൂട്ട്സ്, ഏജ്, ഇൻകം എന്നൊക്കെ പറയുന്നത് ഓരോ ഡേറ്റ ഒബ്ജക്ട്സിനും വേരിയഡ് ആയിരിക്കും. അപ്പോൾ ഏതൊക്കെ ടൈപ്സ് ഓഫ് ഡേറ്റ ആട്രിബ്യൂട്ട്സ് വന്നാലും അതിനെല്ലാം നമ്മുടെ അൽഗോരിതത്തിന് ഡീൽ ചെയ്യാൻ കഴിയണം. ഏതൊക്കെ ടൈപ്സ് ഓഫ് ഡേറ്റയാണ് നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരുന്നത്, അത് നെക്സ്റ്റ് പോർഷനിൽ പഠിപ്പിക്കുന്നുണ്ട്. സോ അടുത്തത് എബിലിറ്റി ടു ഡീൽ വിത്ത് നോയ്സി ഡേറ്റ. ഏത് നമ്മളെ ക്ലസ്റ്ററിങ് അൽഗോരിതം എടുത്താലും ഡേറ്റാബേസ് കണ്ടെയ്ൻ ഡേറ്റ ദാറ്റ് ഇസ് നോയ്സി, മിസ്സിങ് ഓർ ഇൻകറക്റ്റ്. നോയ്സി ഡേറ്റയിൽ നോയ്സി ആയിട്ടുള്ള, അൺവാണ്ടഡ് ആയിട്ടുള്ള, ഇറലവൻ്റ് ആയിട്ടുള്ള ഡേറ്റ കാണും, മിസ്സിങ് ആയിട്ടുള്ള ഡേറ്റ കാണും, ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡേറ്റയും കാണും. ഫ്യൂ അൽഗോരിതംസ് ആർ സെൻസിറ്റീവ് ടു സച്ച് ഡേറ്റ ആൻഡ് മേ റിസൾട്ട് ഇൻ പുവർ ക്വാളിറ്റി ക്ലസ്റ്റേഴ്സ്. നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോഴത്തെ അൽഗോരിതംസിലും ചിലതൊക്കെ നോയ്സി ഡേറ്റ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി സെൻസിറ്റീവ്, നമുക്ക് പുവർ റിസൾട്ട്സ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി ഹൈ ഡയമെൻഷനാലിറ്റി. ദ ക്ലസ്റ്ററിംഗ് ടൂൾസ് ഷുഡ് നോട്ട് only be able to handle high dimensional data space but also the low dimensional space. ഹൈ ഡയമെൻഷണൽ ഡേറ്റാ സ്പേസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം, അതായത് 10,000 റോ ഉള്ളതിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയണം. ലോ ഡയമെൻഷണൽ ആയിട്ടുള്ള, ഇപ്പോൾ 5000 റോയേ ഉള്ളൂ അല്ലെങ്കിൽ 1000 റോയേ ഉള്ളൂ, അങ്ങനെയാണെങ്കിലും ഡീൽ ചെയ്യാൻ കഴിയണം. 10,000 എന്നുള്ളത് 20,000 ആയാലും സ്കെയിൽ ചെയ്യാൻ കഴിയണം. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ പ്രോപ്പർട്ടീസ് ദാറ്റ് ഹാവ് ടു ബി ഫോളോഡ് വൈൽ ഡൂയിങ് ക്ലസ്റ്ററിങ് അനാലിസിസ്. അടുത്തത് ഇനി നമ്മൾ ടൈപ്സ് ഓഫ് ഡേറ്റ ഇൻ ഡേറ്റ മൈനിങ് ആണ് പറയാൻ പോകുന്നത്. സോ ടൈപ്പ് ഓഫ് ഡേറ്റ ഇൻ ക്ലസ്റ്ററിങ് അനാലിസിസിൽ കുറച്ച് ടെക്നിക്കൽ ടേംസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത്, ഇക്വേഷൻസും കാര്യങ്ങളും ബൈ ഹാർട്ട് ചെയ്ത് പോകണം. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയിലേക്ക് പോയാൽ ഭയങ്കര കൺഫ്യൂഷനാവും, കാരണം സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പോർഷനാണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസും ഇസഡ് സ്കോറും അതും ഇതുമെല്ലാം നിങ്ങൾക്ക് കൂടുതൽ എഫേർട്ട് എടുക്കാൻ വയ്യെങ്കിൽ കാണാതെ പഠിച്ചാലും മതി. സോ നമ്മൾ ക്ലസ്റ്ററിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന 2 മെട്രിക്സുകളാണ്. ഒന്ന് ഡേറ്റ മെട്രിക്സും മറ്റൊന്ന് ഡിസിമിലാരിറ്റി മെട്രിക്സും. ഡേറ്റ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്ജക്റ്റ് ബൈ വേരിയബിൾ സ്ട്രക്ചറാണ്. ഒബ്ജക്റ്റ് ബൈ വേരിയബിൾ സ്ട്രക്ചർ, അതായത് ഓരോ ഒബ്ജക്റ്റും അതിൻ്റെ അപ്പം ഇങ്ങനെയാണല്ലോ നമ്മുടെ റോസും കോളംസും വരുന്നത്. ഇവിടെ ഒബ്ജക്റ്റ് 1, ഒബ്ജക്റ്റ് 2, ഒബ്ജക്റ്റ് 3 ഇങ്ങനെ പോകുന്നു. ഓക്കെ, ഇനി ഇവിടെ വേരിയബിൾ 1, വേരിയബിൾ 2, വേരിയബിൾ 3 ഇങ്ങനെ പോകുന്നു. വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആട്രിബ്യൂട്ട്സ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഓരോ ഡേറ്റ ഒബ്ജക്ട്സുമാണ്. ഓക്കെ, സോ ഒബ്ജക്റ്റ് ടു വേരിയബിൾ, ഒബ്ജക്റ്റ് ബൈ വേരിയബിൾ സ്ട്രക്ചറാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് 1ഉം വേരിയബിൾ 1ഉം തമ്മിലുള്ള ഒബ്ജക്റ്റ് 1ൽ വേരിയബിൾ 1ൻ്റെ വാല്യൂ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇതാണ് x11. അടുത്ത x12 എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് 1ൽ വേരിയബിൾ 2ൻ്റെ വാല്യൂ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫീൽഡായിരിക്കും. അങ്ങനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന മെട്രിക്സിനെയാണ് ഡേറ്റ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ഡിസിമിലാരിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ വി ആർ ഗോയിങ് ടു മേക്ക് എ മെട്രിക്സ് റെപ്രസെൻറ്റിങ് ദ സിമിലാരിറ്റി ഓഫ് ഡേറ്റ ഒബ്ജക്ട്സ്. അതായത് നമ്മൾ കോളവും റോയും എന്ത് തന്നെയായിരിക്കും, ഒബ്ജക്ട്സ് തന്നെയായിരിക്കും. ഇതിവിടെ ഒബ്ജക്റ്റ് 1, ഒബ്ജക്റ്റ് 2, ഒബ്ജക്റ്റ് 3
ഇവിടെയും മെട്രിക്സിൻ്റെ കോളവും ഒബ്ജക്റ്റ് 1, ഒബ്ജക്റ്റ് 2, ഒബ്ജക്റ്റ് 3. ഇതിൽ ഈ ഡയഗണൽ എലമെൻറ്റ്സ് വരുമ്പോഴത്തേക്കും സെയിം ഒബ്ജക്ട്സ് തമ്മിലുള്ള സിമിലാരിറ്റിയാണ്. അതിൻ്റെ വാല്യൂസ് എപ്പോഴും 0 ആയിരിക്കും. ഇനി ഈ ഭാഗത്തുള്ള ഡേറ്റയും സിമിലർ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഈ അപ്പർ ഹാൻഡ് നമ്മൾ എടുക്കുന്നില്ല, ലോവർ ഹാൻഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ടാണ് താഴേക്കുള്ള വാല്യൂസ് മാത്രം നമ്മൾ എഴുതിയിരിക്കുന്നത്. സോ ഇതിൽ D21 എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് 2ഉം ഒബ്ജക്റ്റ് 1ഉം തമ്മിലുള്ള ഡിസിമിലാരിറ്റി അല്ലെങ്കിൽ സിമിലാരിറ്റി കാണിക്കുന്ന, ഡിസ്റ്റൻസ് കാണിക്കുന്ന ഒരു വാല്യൂ. അടുത്തത് D31 എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് 3ഉം ഒബ്ജക്റ്റ് 1ഉം തമ്മിലുള്ള സിമിലാരിറ്റി കാണിക്കുന്ന വാല്യൂ. D32 എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് 3ഉം ഒബ്ജക്റ്റ് 2ഉം തമ്മിലുള്ള സിമിലാരിറ്റി കാണിക്കുന്ന ഫീൽഡ്. അങ്ങനെയാണ് നമ്മൾ ഡിസിമിലാരിറ്റി മെട്രിക്സ് വരയ്ക്കുന്നത്. ഇനി there are many variables known as interval scaled variables, binary variables, nominal, ordinal and ratio variables. പിന്നെ variables of mixed types. These are the common variables we are considering. Variables എന്ന് പറഞ്ഞാൽ നമ്മുടെ ആട്രിബ്യൂട്ട്സിനെ തന്നെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. സോ ആദ്യം തന്നെ ഇൻ്റർവൽ സ്കെയിൽഡ് വേരിയബിൾസ്. ഇൻ്റർവൽ സ്കെയിൽഡ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് വാല്യൂസ് ആയിരിക്കും. അവിടെ നമ്മൾ ആ ഡേറ്റയെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന 2 കാര്യങ്ങളായിരിക്കും മെയിനായിട്ട്. മീൻ അബ്സല്യൂട്ട് ഡീവിയേഷനും അല്ലെങ്കിൽ ഇസഡ് സ്കോർ. ഓക്കെ, സ്റ്റാൻഡർഡൈസ്ഡ് മെഷർമെൻറ്റായ ഇസഡ് സ്കോറുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ഈ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്തത് മീനാണ് ഈ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇൻ്റർവൽ സ്കെയിൽഡ് വേരിയബിൾസിൽ നമ്മൾ ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെഷർമെൻ്റ് ആയിരിക്കും ആ വേരിയബിൾസിനെ കാണുന്നത്. അവിടെ നമ്മൾ സിമിലാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വി വിൽ ബി കാൽക്കുലേറ്റിംഗ് ദ മീൻ അബ്സല്യൂട്ട് ഡീവിയേഷനും പിന്നെ അല്ലെങ്കിൽ ഇസഡ് സ്കോറുമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് രണ്ടും നോക്കുമ്പോൾ മീൻ അബ്സല്യൂട്ട് ഡീവിയേഷൻ ഈസ് മോർ റോബസ്റ്റ് ദാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി സിമിലാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് സിമിലാരിറ്റി ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വി ആർ യൂസിങ് സം മെട്രിക്സ്. അതിൻ്റെ പേരുകളാണ് ഈ തന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ ഒരെണ്ണം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അന്നേ ഞാൻ പറഞ്ഞതാണ് 1-2 മറ്റ് ഡിസ്റ്റൻസുകളുമുണ്ട് ഈ പറയുന്ന പോലെ സിമിലാരിറ്റി നോക്കാൻ വേണ്ടി. ഒന്ന് മിൻകോസ്കി ഡിസ്റ്റൻസ് ആണ്, മറ്റൊന്ന് മാൻഹാട്ടൻ ഡിസ്റ്റൻസ് ആണ്, പിന്നെ ഒന്ന് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ആണ്. സോ മാൻഹാട്ടൻ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് ഈ തന്നിരിക്കുന്നത്. 2 ഒബ്ജക്ട്സ് തമ്മിലുള്ള മാൻഹാട്ടൻ ഡിസ്റ്റൻസ്. പിന്നെ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്താണ്? യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പോൾ രണ്ട് ഒബ്ജക്ട്സ് തമ്മിലുള്ള നിങ്ങളെ പഠിപ്പിച്ച് തന്നായിരുന്നു, ഓർമ്മയുണ്ടോ? x1 y1 x2 y2 തമ്മിലുള്ളതാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. ഇതിനെയാണ് നമ്മൾ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സംബന്ധിച്ച് നമ്മൾ 2 ഒബ്ജക്ട്സ് തമ്മിലുള്ള ഡിസ്റ്റൻസാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ DIJ എന്ന് പറഞ്ഞാൽ IJയിലുള്ള 2 ഒബ്ജക്ട്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷൻ വന്നിരിക്കുന്നത്. സോ ഇനി അടുത്ത വേരിയബിൾ ബൈനറി വേരിയബിളാണ്. ബൈനറി വേരിയബിൾ എന്ന് പറഞ്ഞാൽ ആ ആട്രിബ്യൂട്ടിന് 2 വാല്യൂസേ കാണുള്ളൂ, എയ്തർ 0 ഓർ 1. അല്ലെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞാൽ ജെൻഡർ മെയിൽ ഫീമെയിൽ, അങ്ങനെ 2 വാല്യൂസ് വരുന്ന 2 വാല്യൂസ് മാത്രം വരുന്ന രീതിയിലുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ ബൈനറി വേരിയബിൾസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറൊന്ന് നോക്കിയാൽ യെസ് ഓർ നോ ആൻസർ വരുന്ന, ഓക്കെ, അതിനെയാണ് നമ്മൾ ബൈനറി വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ സിമിലാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വി വിൽ ബി
വി വിൽ ബി ഹാവിങ് എ കണ്ടിജൻസി ടേബിൾ. ഒബ്ജക്റ്റ് ഐയുടെ ഒബ്ജക്റ്റ് ജെയ്ക്കും നമ്മളൊരു കണ്ടിജൻസി ടേബിൾ കാൽക്കുലേറ്റ് ചെയ്യും. 1 1 0 1 0 ഇവിടെ ഇടും, 1 0 ഇവിടെ ഇടും. ദെൻ ഒബ്ജക്റ്റ് വണ്ണിന് ഒബ്ജക്റ്റ് ഐന് 1ഉം ഒബ്ജക്റ്റ് ജെയ്ക്ക് 1ഉം വന്ന എത്ര ഇൻസ്റ്റൻസുകളുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഒബ്ജക്റ്റ് ഐക്ക് 1ഉം ഒബ്ജക്റ്റ് ജെയ്ക്ക് 0യും വന്ന എത്ര എണ്ണം ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെ സം ചെയ്യുന്നു. ഓക്കെ, അതുപോലെ 0 1 0 0 കോമ്പിനേഷൻ, എന്നിട്ട് അതിനെ സം ചെയ്യുന്നു. സി പ്ലസ് ഡി. പി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി, അല്ലെങ്കിൽ എ പ്ലസ് സി പ്ലസ് ബി പ്ലസ് ഡി. സോ ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് മെഷർ നമുക്ക് സിമെട്രിക് ആയിട്ടുള്ള ബൈനറി വേരിയബിൾസ്. സിമെട്രിക് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ 2 വാല്യൂവിന് ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ടൈപ്പിനെയാണ് നമ്മൾ സിമെട്രിക് വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ 0 1 എന്ന് പറഞ്ഞാൽ 0 വന്നാലും 1 വന്നാലും ഈക്വൽ ഇമ്പോർട്ടൻസ്. അങ്ങനെയല്ല, രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് അല്ല, ഒന്നിന് കുറച്ച് വെയിറ്റേജ് കൂടുതലാണെന്ന് വിചാരിക്കും. ഇപ്പോൾ എ ബി 2 വാല്യൂസേ ഉള്ളൂ, പക്ഷേ എക്ക് കുറച്ച് വെയിറ്റേജ് കൂടുതലാണെങ്കിൽ അത് അസിമെട്രിക് ആണ്. ഓക്കെ, സോ സിമെട്രിക് ആണെങ്കിൽ ഡിസ്റ്റൻസ് മെഷർ എങ്ങനെയായിരിക്കും? ഡി ഐ ജെ ഇസ് ഈക്വൽ ടു ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി. ഇനി അങ്ങനെയല്ല, അസിമെട്രിക് ആണെങ്കിൽ ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി പ്ലസ് സിയേ ഉള്ളൂ, ഡി എന്ന് പറയുന്നതും കൂടെ ഇല്ല. ഇനി മറ്റൊരു സിമിലാരിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി അസിമെട്രിക് ബൈനറി വേരിയബിൾസിൽ യൂസ് ചെയ്യുന്ന മറ്റൊരു കോയിഫിഷ്യൻ്റാണ് ജക്കാർഡ് കോയിഫിഷ്യൻറ്റ്. ജക്കാർഡ് കോയിഫിഷ്യൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇക്വേഷൻ ഇതാണ്: എ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി പ്ലസ് സി. ഓക്കെ, ഇനി അടുത്തത് കാറ്റഗോറിക്കൽ വേരിയബിൾസ് ആണ്. കാറ്റഗോറിക്കൽ ഇപ്പം നമ്മൾ പറഞ്ഞത് ആട്രിബ്യൂട്ടിന് ഒന്നിൽ 2 വേരിയബിൾസേ വരൂ, 2 വാല്യൂസേ വരുള്ളൂ. ഇവിടെ 2 അല്ല, 2 കൂടുതൽ സ്റ്റേറ്റ് വരുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ കാറ്റഗോറിക്കൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. അതായത് കളർ എന്നുള്ളതിന് റെഡ് ആകാം, ബ്ലൂ ആകാം, യെല്ലോ ആകാം, ഗ്രീൻ ആകാം, അങ്ങനെ ഒരുപാട് 2ൽ കൂടുതൽ സ്റ്റേറ്റ്സ് വരുന്നതിനെയാണ് കാറ്റഗോറിക്കൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ 2 മെത്തേഡ്സാണ് ഉപയോഗിക്കുന്നത്: സിമ്പിൾ മാച്ചിങ് മെത്തേഡും അടുത്തത് മെത്തേഡ് 2 use a large number of binary variables. Simple matchingലാണെങ്കിൽ we are using a similarity function p minus m divided by p, where p is equal to total number of variables. ആ 2 ഒബ്ജക്ട്സിനും കൂടെ ടോട്ടൽ എത്ര വേരിയബിൾസ് ഉണ്ട്, ഇനി അതിൽ എത്ര മാച്ചസ് ഉണ്ടെന്നുള്ളതാണ് എം. സോ പി മൈനസ് എം ഡിവൈഡഡ് ബൈ പി എന്നുള്ളതാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് മെഷർ. ഇനി മറ്റൊന്നാണ് യൂസ് എ ലാർജ് നമ്പർ ഓഫ് ബൈനറി വേരിയബിൾസ്. നമ്മൾ എം നോമിനൽ സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ സ്റ്റേറ്റിനും ഓരോ ബൈനറി വേരിയബിളും കൂടെ ക്രിയേറ്റ് ചെയ്ത് അവിടെ നമ്മൾ മറ്റേ ബൈനറി വേരിയബിൾസിന് ചെയ്ത പോലെ കണ്ടിജൻസി ടേബിൾ വെച്ച് ചെയ്യുന്ന മെത്തേഡാണ് അടുത്തത്. സോ ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളത് സിമ്പിൾ മാച്ചിങ് അപ്രോച്ച്. ഇത് ആണ് നമ്മൾ കാറ്റഗോറിക്കൽ വേരിയബിൾസിൽ ചെയ്യുന്നത്. ഇനി ഓർഡിനൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ അവിടെ വാല്യൂസ് ക്യാൻ ബി ഡിസ്ക്രീറ്റ് ഓർ കണ്ടിന്യൂസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ റാങ്ക് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനെ നമുക്ക് ഇൻ്റർവൽ സ്കെയിൽഡ് ഡീൽ ചെയ്തതുപോലെ തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. അവിടെ നമ്മൾ XIF നമ്മൾ കാൽക്കുലേറ്റ് ഉപയോഗിച്ചിരുന്നില്ലേ? XIF കണ്ടോ? XIF. ഈ XIFന് പകരം വി വിൽ ബി യൂസിങ് RIF, അതായത് റാങ്ക്. നമ്മൾ റാങ്കാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ റാങ്ക് എന്ന് പറയുന്നതായിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്. സോ നമ്മുടെ Z സ്കോർ എന്ന് പറയുന്നത് ZIF ഈസ് ഈക്വൽ ടു RIF മൈനസ് 1 ഡിവൈഡഡ് ബൈ MF മൈനസ് 1. ഓക്കെ, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓർഡിനൽ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് ഈച്ച് വേരിയബിളിനെ നമ്മൾ 0യ്ക്കും 1നും ഇടയിലുള്ള ഒരു ഇൻ്റർവെലിന് അകത്താക്കി എടുക്കുന്നു. അതിനെയാണ് നേരത്തെ ഇൻ്റർവെൽ സ്കെയിൽഡിനെ പോലെ തന്നെ വി വിൽ ബി കൺവേർട്ടിങ് ഇറ്റ് ഇൻടു എ റേഞ്ച് 0 to 1. നമുക്ക് റാങ്ക് വാല്യൂ ആണെങ്കിലും നമ്മൾ ആ ഒരു വേരിയബിളിൻ്റെ വാല്യൂ 0യ്ക്കും 1നും ഇടയിലുള്ള ഒരു ഇൻ്റർവെല്ലിലുള്ള വാല്യൂസാക്കി മാറ്റിയെടുക്കും. സോ ഈ ഒരു ഫങ്ഷനാണ് നമ്മളിവിടെ ഓർഡിനൽ വേരിയബിൾസിൽ
സിമിലാരിറ്റി കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഇനി അടുത്തത് റേഷ്യോ സ്കെയിൽഡ് വേരിയബിൾസ് ആണ്. ശ്രദ്ധിച്ചോളൂ, റേഷ്യോ സ്കെയിൽഡ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ വി ആർ യൂസിങ് എക്സ്പൊണൻഷ്യൽ സ്കെയിൽസ്. അതായത് നമ്മുടെ അവിടെ ആ ഒരു വേരിയബിളിൻ്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ AE⁻BT അല്ലെങ്കിൽ AE⁻−BT എന്നൊക്കെ ആയിരിക്കും അവിടുത്തെ വാല്യൂസ്. അവിടെ നമ്മൾ ഇപ്പം നമ്മൾ ഈ ഒരു എക്സ്പൊണൻഷ്യൽ വാല്യൂസിനെ നമ്മൾ ഇൻ്റർവൽ സ്കെയിൽഡ് വേരിയബിൾസ് ആക്കി സ്കെയിൽ ചെയ്യാൻ ശ്രമിച്ചാൽ അതൊരു ഗുഡ് ചോയ്സ് അല്ല. കാരണം ആ സ്കെയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അതായത് ഇപ്പോൾ 0ക്കും 1നും ഇടയിലുള്ള ഒരു സ്കെയിലാക്കി നമുക്ക് എടുക്കാൻ കഴിയില്ല. കാരണം അതൊരു എക്സ്പൊണൻഷ്യൽ സ്കെയിൽ ആയതുകൊണ്ടാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനൊരു ലോഗരിതമിക് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുന്നു. ഉള്ളതുകൊണ്ട് വി ആർ യൂസിങ് സം ലോഗരിതമിക് ട്രാൻസ്ഫോർമേഷൻ. അതായത് YIF = log of XIF. XIFൻ്റെ ലോഗരിതം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനെ നമുക്കൊരു ഓർഡിനൽ ഡേറ്റ സെറ്റ് ട്രീറ്റ് ചെയ്യുന്നത് പോലെ ഒരു ഇൻ്റർവൽ സ്കെയിൽഡ് റാങ്ക് വെച്ച് ഒരു ഇൻ്റർവൽ സ്കെയിൽഡിൽ ആക്കിയെടുക്കാൻ കഴിയും. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റേഷ്യോ സ്കെയിൽഡ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി വേരിയബിൾസ് ഓഫ് മിക്സഡ് ടൈപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ ടൈപ്സും കൂടെ ചേർന്ന രീതിയിലുള്ള ഡേറ്റ വേരിയബിൾസും വരാൻ ചാൻസ് ഉണ്ട്. സോ ഡേറ്റാബേസ് മേ കണ്ടെയ്ൻ ഓൾ ദ 6 types ഓഫ് വേരിയബിൾസ്: സിമെട്രിക് ബൈനറി, അസിമെട്രിക് ബൈനറി, നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവൽ, റേഷ്യോ എല്ലാം കൂടെ ചേരുന്നു. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്റ്റൻസ് കാൽക്കുലേഷൻ്റെ ഇക്വേഷനാണിത്. സോ Dij = sigma f = 1 to p delta of f Dij of f divided by sigma f = 1 to p delta ij of f. സോ ഇവിടെ വെക്റ്റർ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ കീവേഡ്സ് ഇൻ ഡോക്യുമെൻറ്റ്സ്, ജീൻ ഫീച്ചേഴ്സ് ഇൻ മൈക്രോ അറൈസ് എക്സെട്ര. ജീൻ ഫീച്ചേഴ്സ് മൈക്രോ അറൈസിലൊക്കെ ഉള്ള ജീൻ ഫീച്ചറൊക്കെയാണ് ഇവിടെ, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സിൻ്റെ കീവേഡ്സ് ഒക്കെയാണ് നമ്മളിവിടെ ഒരു വെക്റ്റർ ഒബ്ജക്ട്സ് ആയിട്ട് എടുക്കുന്നത്. സോ ഈ മിക്സഡ് വേരിയബിൾസ് വരുന്നത് നമ്മൾ വളരെ റെയറായിട്ടായിരിക്കും. വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ഏതെങ്കിലും ഒരു ഡേറ്റ മൈനിങ് ആപ്ലിക്കേഷന് വേണ്ടി, ഇപ്പോൾ ഈ പറയുന്ന പോലെ ജീൻ അനാലിസിസ് പോലെയുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനൊക്കെയാണ് നമ്മൾ സാധാരണ ഈ മിക്സഡ് ടൈപ്പ് വേരിയബിൾസൊക്കെ വരുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ കൊസൈൻ മെഷറും ടാനിമോട്ടോ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്ന കോയിഫിഷ്യൻറ്റും ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ സിമിലാരിറ്റി മെഷർ ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷൻസാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു ഇക്വേഷൻ കാണാതെ പഠിച്ച് എഴുതണം. ഓക്കെ, സിമിലാരിറ്റി മെഷർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇത്രയും ഭാഗമാണ് ടൈപ്സ് ഓഫ് ഡേറ്റ ഇൻ ക്ലസ്റ്റർ ഡേറ്റ മൈനിങ് ക്ലസ്റ്ററിങ്ങിൽ വരുന്നത്. താങ്ക് യു.